ഹലോ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളിൽ നടുവിലെ സംഖ്യ എക്സ് എന്നെടുത്താൽ ചെറിയ സംഖ്യ ഏതാണെന്ന് അല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ? ഇവിടെ x+2 ഉണ്ട്, x-2 ഉണ്ട്, 2x ഉണ്ട്, x-1 ഉണ്ട്. അത് x-2 ആണ് അല്ലേ? ഇപ്പോൾ നിങ്ങളെടുത്ത് ഒരു 2, 4, 6, 8 എന്നുള്ള സീരീസാണ് എടുത്തതെന്ന് വിചാരിച്ചോളൂ. 3 എണ്ണം മതിയില്ലേ? അടുത്തടുത്ത 3 ഇരട്ട സംഖ്യയിൽ നടുവിലെ സംഖ്യ ഇതാ ഈ 4 ഇപ്പം നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ ഏതാണ്? 4 - ഇതാ ഇപ്പുറത്ത് എന്താ 2 അല്ലേ? അപ്പോൾ x-2 അല്ലേ 2 അല്ലേ? കറക്റ്റ് അല്ലേ? 4-ന്ന് 2 പോയാൽ 2 അല്ലേ? അപ്പം x-2 ആണ് എന്ത് തൊട്ടപ്പുറത്തുള്ള സംഖ്യ കേട്ടോ. x-2 ആണ്. കാര്യം ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2 കൂടി പോവുകയാണല്ലോ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്ക് ഒരു സീരീസ് തന്നിട്ടുണ്ട് അല്ലേ? 2, 4, 6, 12, 4, 6, 8, 18, 6, 8, 10, 24. ഇനി ബാക്കി 2 എണ്ണം നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്തത് എന്ത് വരും? 8, 10, 12. അതെന്ത് വരും? 30 വരും അല്ലേ? തൊട്ട് താഴെ എന്ത് വരും? 10, അതുപോലെ തന്നെ 12, 14. അത് 36 വരും അല്ലേ? നിങ്ങൾ നോക്കൂ, ഇതാ 2, 4, 6, അത് കഴിഞ്ഞിട്ട് 8, 10. മനസ്സിലായില്ലേ? പിന്നെ ഇതാ 4, 6, 8, 10, 12. ഇതൊക്കെ ഇരട്ട സംഖ്യ അല്ലേ? പിന്നെ തൊട്ട് താഴെ 6, 8, 10. അത് കഴിഞ്ഞാൽ 12 അല്ലേ വരേണ്ടത്? 12, 14. പിന്നെ അതേ 12, 18, 24. അപ്പോൾ അതേ 30, 36. ഓക്കെ ആണല്ലോ? ഓരോ വരിയും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതിങ്ങനെ താഴെ അത് ഇങ്ങനെയാണ് പോകണത് അല്ലേ? യെസ്, ഓക്കെ. അങ്ങനെ നോക്കിയാലും കറക്റ്റാണ്, ഇത് ഇങ്ങനെ നോക്കിയാലും കറക്റ്റാണ് അല്ലേ? യെസ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വന്നിട്ട് എഴുതാം. എന്തായാലും കറക്റ്റാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യത്തേൽ 8, 10, 12 = 30 വരും. തൊട്ട് താഴെ 10, 12, 14, 36. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ത്രികോണം ABC-യുടെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാ ABC ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? 12 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 5 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ പരപ്പളവ് 30 നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ശ്രദ്ധിക്കേണ്ട. അപ്പം നമ്മൾ ഈ പറയുന്നത് മാത്രം വേഗം ശ്രദ്ധിച്ച് പോവാം. 1/2 × 12 × 5 കേട്ടോ. അപ്പോൾ 1/2 × 12 × 5 അതാണ്. അതെന്ത് വരും നമുക്ക്? ഇത് 60 വരും അല്ലേ? അപ്പോൾ 60-ഉം ഇവിടെ 1/2 തന്നില്ലേ? 60/2 അതാണ് 30 കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്കിവിടെ 12 തന്നിട്ടുണ്ട്, ഇവിടെ 5 തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? വേഗം 12ഉം 5ഉം അങ്ങോട്ട് ഗുണിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും. ഈ 60ൻ്റെ പകുതിയാണ് ഇവിടുത്തെ പരപ്പളവ് കേട്ടോ. അപ്പം 60/2 എത്ര കിട്ടും? 30 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഡി ആണ് ആൻസർ, 30. സെറ്റാണല്ലോ? ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഇതേ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണത്തിൻ്റെ ലംബവശങ്ങളിൽ ഒന്ന് 12 സെൻറ്റിമീറ്റർ ആയാൽ രണ്ടാമത്തെ ലംബവശത്തിൻ്റെ നീളം എത്ര? ഇതാ 1 12, അടുത്തത് എത്രയാ? 5. ഓക്കെ, അടുത്തത് 5 കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ആ മട്ട ത്രികോണത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് എത്രയായിരിക്കും? അത് 13 കേട്ടോ. അത് 13. ഓക്കെ, ഇനി ഡി നോക്കൂ. ആ മട്ടത്രികോണം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 12 ആണെങ്കിൽ ഇവിടെ നീളം കൂടിയ വശം ഇവിടെ 13. താഴെ എന്ത് വരും? 5 വരും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 100 രൂപയ്ക്ക് 20 രൂപ കിഴിവ് തരുന്ന കടയിൽ നിന്നും 980 രൂപ വിലയുള്ള വാച്ച് വാങ്ങുമ്പോൾ എത്ര രൂപ കിഴിവ് ലഭിക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 190 കേട്ടോ അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തരാം. 100 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ 20 രൂപ കിഴിവ് തരും അല്ലേ? അപ്പോൾ നമുക്ക് 950 രൂപയ്ക്കുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ 900 വരെ എത്ര കിഴിവ് തരും അവർ? 100-ന് 20. അപ്പോൾ അങ്ങനെ നമുക്ക് 900 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 ഒരു 9 തവണ 20 എഴുതി നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 2 3 4 5 6 7 8 9.
അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 180 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 9 20കൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടും. അപ്പോൾ 900ൻ്റെ കിഴിവ് കിട്ടി. ഇനി 50ൻ്റെ കിട്ടണ്ടേ. അപ്പോൾ 50ന് എത്രയാണ്? 100ന് 20ആണ് കിഴിവ് തരുന്നതെങ്കിൽ 50ന് 10 ആയിരിക്കില്ലേ. അപ്പോൾ നമ്മൾ 10ഉം കൂട്ടി നോക്കുമ്പോൾ 190. ഓക്കെ, മനസ്സിലായില്ലേ? യെസ്, സിമ്പിളല്ലേ? ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഒരു മെത്തേഡ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ. നമ്മൾ ആദ്യം തന്നെ 100ന് 20ആണ് കിഴിവെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 950ന് നമ്മൾ 20 ഇങ്ങനെ കൂട്ടി നോക്കുകയാണ് അല്ലേ. 9 എന്താ ഇവിടെ 900 തന്നിട്ടുണ്ട്. 900-നാകുമ്പോൾ ഉള്ളത് 180 കണ്ടുപിടിച്ചു. 180ലേക്ക് ഈ 50ൻ്റെ ഒരു 10% കൂടി കിഴിവ് കൂട്ടിയപ്പോൾ 190 കിട്ടി. ഓക്കെ, അടുത്തത് നോക്കാം. ഓണം പ്രമാണിച്ച് ഒരു കടയിൽ പ്രദർശിപ്പിച്ച പരസ്യ ബോർഡാണ് ഇത്. വമ്പിച്ച വിലക്കുറവ്, 30% കിഴിവുണ്ട്. രാജു ഈ കടയിൽ നിന്ന് 7500 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ വാങ്ങുന്നു. കിഴിവ് കഴിച്ച് ഫോണിന് നൽകേണ്ട വില എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. യെസ്, അതെത്രയാണ്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 7500ൻ്റെ 30% കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമ്മളിങ്ങനെ 7500 എന്ന് എഴുതും. 30 ഡിവൈഡഡ് ബൈ 100. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോയി അല്ലേ. ഇനി 75 × 30 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 2250 കിട്ടും കേട്ടോ. ഓക്കെ, ഈ ബാലൻസുള്ള ഈ 2 സാധനമാണ് നമ്മൾ ഈ 75ഉം 30ഉം ഗുണിക്കും. അപ്പോൾ 2250 കിട്ടും. എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7500 രൂപ വിലയുള്ള മൊബൈലാണ് വാങ്ങേണ്ടത് അല്ലേ. കിഴിവാണ് നോക്കേണ്ടത്. അപ്പം 7500 മൈനസ് 2250 ചെയ്യും. അപ്പം നമുക്ക് എത്ര കിട്ടും? നമുക്ക് 5250 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നൽകേണ്ട തുക 5250 കേട്ടോ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? സ്റ്റെപ്പൊക്കെ മനസ്സിലായില്ലേ? സിമ്പിളല്ലേ? അപ്പോൾ 5250 ഇനി നമ്മൾ നൽകേണ്ട തുക. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. ലിസി ഇവിടെ നിന്നൊരു TV വാങ്ങിയപ്പോൾ 3600 രൂപ കിഴിവ് കിട്ടി. TVക്ക് കടയിൽ പ്രദർശിപ്പിച്ച വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് 12000 അല്ലേ. യെസ്, 12000 ആയിരിക്കും അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് വെച്ച് നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മളെന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത പോലെ ഒന്ന് 12000 ഇവിടെ ഇടുന്നു. 12000 ഇൻറ്റു 30% അല്ലേ കുറവ്. 30/100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? പിന്നെ 120 × 30 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3600 കിട്ടും അല്ലേ. യെസ്, അപ്പോൾ അവർ തന്ന ഈ കിഴിവ് കിട്ടിയില്ലേ. അപ്പോൾ എമൗണ്ട് 12000 ആയിരുന്നു അല്ലേ. അവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത് 12000 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഇവിടെ 40 ആണല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് 100 അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1764 നമുക്ക് 2^2, 3^2, 7^2 എന്നെഴുതാം. 1764 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതെത്രയാണ്? 42 ആണ് വരിക കേട്ടോ. 42 × 42 1764 നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ കാണുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. 15ഉം 15ഉം താഴെ തന്നിട്ടുണ്ട്. മുകളിലൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? അത് 420 ആയിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. ഇനി 24 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കും, നമ്മൾ താഴത്തെ മെഷർമെൻറ്റ് 3.5 കൊടുക്കും അല്ലേ. മുകളിലതും അതുപോലെ തന്നെ 3.5 കൊടുക്കും. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഇക്വേഷൻ എഴുതിയിട്ട് ലാസ്റ്റ് നമുക്ക് 24.5 കിട്ടും. ഓക്കെ ആണല്ലോ. ഇതേ ചിത്രം തന്നെ നമ്മൾ മെഷർമെൻറ്റ് മാറ്റുന്നു അല്ലേ. 3.5 ആക്കിയിട്ട് എഴുതുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങുന്നതിന് കുടുംബശ്രീ കൂട്ടായ്മ ഒരു സഹകരണ ബാങ്കിൽ നിന്നും 4,80,000 രൂപ ഒരു വർഷ കാലാവധിക്ക് വായ്പ എടുക്കുന്നു. ബാങ്ക് ഒരു വർഷത്തേക്ക് 6.14% പലിശ കണക്കാക്കുന്നു. വായ്പ തുകയുടെ 60% കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിനും ബാക്കി തുക ഫർണിച്ചർ വാങ്ങുന്നതിനും വിനിയോഗിക്കുന്നു.
അപ്പോൾ എ ക്വസ്റ്റ്യൻ എന്താണ്? 6/1/4% തുല്യമായ ഭിന്നസംഖ്യ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? 1/6 കേട്ടോ. 1/6. ഓക്കെ. കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിന് ചിലവഴിക്കുന്ന തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ 4,80,000 ഉണ്ടല്ലോ, ഈ 4,80,000 നമ്മളിങ്ങനെ എഴുതുക. എന്നിട്ടോ ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100. ഓക്കെ. 60% ആണല്ലോ കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി ചിലവഴിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടും? യെസ്, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക അല്ലേ? 2,88,000 രൂപയാണ് എന്താണ് ചിലവഴിക്കുന്ന തുക കേട്ടോ. ഫർണിച്ചറുകൾ വാങ്ങുന്നതിന് ഉപയോഗിക്കുന്ന തുക കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിന് ചിലവഴിച്ച തുകയേക്കാൾ എത്ര രൂപ കുറവാണ്? അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 60% അല്ലേ? 60% നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ബാക്കി എത്രയാണ്? 40% അല്ലേ? യെസ്. 60 പിന്നെ 100ലേക്ക് എത്താൻ 40%. അപ്പോൾ 20% കുറവ് അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 60% അല്ലേ? എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? അതിന് 40% കുറച്ചാൽ പോരെ? അപ്പോൾ 20 അല്ലേ? അപ്പം 20% ആണ് ഇനി നമ്മൾ ഫർണിച്ചർ വാങ്ങുന്നതിന് ഉപയോഗിക്കുന്ന തുക കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് ചിലവഴിച്ച തുകയേക്കാൾ കുറവ് 20% കേട്ടോ. ഓക്കെ. അപ്പം നമ്മളിനി അതെങ്ങനെ കണ്ടെത്തുക? യെസ്. അപ്പം നമ്മൾ 20% നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ 20 അതൊന്ന് മാറ്റി എഴുതാം അല്ലേ? അപ്പോൾ 20 ഓർക്കണേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4,80,000 രൂപ, 20% പിന്നെ 100. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? യെസ്. അപ്പോൾ ഇത്രയും രൂപയാണ് കുറവ്. അപ്പോൾ 96,000 രൂപയാണ് കുറവ് അല്ലേ? ഇനി ഒരു വർഷം കഴിഞ്ഞ് ബാങ്കിൽ തിരിച്ച് അടയ്ക്കേണ്ട തുക എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതുപോലെ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? 1/60 അല്ലേ? അപ്പോൾ തിരിച്ചടയ്ക്കേണ്ട തുക ഇത് നമുക്ക് 30,000 കിട്ടും കേട്ടോ. 1/60 വരുമ്പോൾ 30,000. അപ്പോൾ ആ 30,000 കൂടി നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ടോട്ടൽ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട തുക ഇത് രണ്ടും കൂടി കൂട്ടി കിട്ടുന്ന തുകയായിരിക്കണം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്. നേരത്തെ ഞാൻ പറഞ്ഞത് 1/6 എന്നാണ്, പക്ഷെ അതല്ല കേട്ടോ, 1/60 ആണ് കേട്ടോ. 16 ആണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. 1/6 അല്ല ഇടേണ്ടത്, 1/16 ആണ്. ലാസ്റ്റ് വൺ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ 1/60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? നമുക്ക് 30,000 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കിയാൽ മതി അല്ലേ? ഈ പലിശയും ഈ തുകയും കൂടി ഒന്ന് കൂട്ടി നോക്കുക അല്ലേ? അതാണ് നമ്മൾ അവസാനം ബാങ്കിൽ അടയ്ക്കേണ്ട തുക. ഓക്കെ ആയല്ലോ? ഇപ്പം മനസ്സിലായല്ലോ? യെസ്. അപ്പം നമുക്കത് എത്ര കിട്ടും? ഇവിടേക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇത്രയും തുക നമ്മൾ ബാങ്കിലേക്ക് തിരിച്ച് അടയ്ക്കേണ്ടി വരും കേട്ടോ. 1/16 ആണ്, 1/6 അല്ല കേട്ടോ. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1/6 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11 തുടങ്ങി വീണ്ടും 9 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളാണ് ചുവടെ കാണുന്നത്. 11, 20, 29, 38. ഈ സംഖ്യാക്കൂട്ടത്തിൽ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? അത് ബി ആണ് കേട്ടോ, 92 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഈ സംഖ്യാക്കൂട്ടത്തിലെ ഏത് സംഖ്യയും 9 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയാണ്
അത് ബാലൻസ് 2 കിട്ടും കേട്ടോ. നമുക്ക് ഇത് തന്നെ വെച്ച് ചെയ്ത് നോക്കാം. ഇവിടെ 92 എടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 9 കൊണ്ട് ഹരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്കിവിടെ 10 ഇട്ട് കൊടുക്കാം അല്ലേ. 10 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 90 കിട്ടും, ബാലൻസ് 2 കിട്ടി. ഓക്കെ, അങ്ങനെ ഏത് ചെയ്തിട്ടുണ്ടെങ്കിലും ബാലൻസ് നമുക്ക് 2 കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് 200 എന്ന സംഖ്യ ഈ സംഖ്യാകൂട്ടത്തിൽ ഉണ്ടാകുമോ? ഉണ്ടാകും കേട്ടോ. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഈ സംഖ്യാകൂട്ടത്തിൻ്റെ പൊതുവായ ബീജഗണിത രൂപം എഴുതാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 9n+2 ആണല്ലേ. യെസ്, ഇങ്ങനെയാണത് പോകുന്നത്. ഓക്കെ ആണല്ലോ. അത് n = 1 2 3 എന്ന് അങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ 9n+2 എന്ന് എഴുതാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ കൊടുത്തവയിൽ ഏത് സെറ്റ് സംഖ്യകളാണ് മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ആകാവുന്നത്? 6, 8, 10. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിൻ്റെ അടുത്തടുത്ത വശങ്ങളുടെ നീളങ്ങൾ 8 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആകുന്നു. അതിൻ്റെ വികരണത്തിൽ വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് എത്രയായിരിക്കും? 73 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ കാണുന്നത് ഒരു പറമ്പിൻ്റെ രേഖാചിത്രമാണ്. സമചതുരാകൃതിയിലുള്ള സ്ഥലത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മുഴുവൻ സ്ഥലത്തിൻ്റെയും പരപ്പളവ് കാണാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇവിടെ 5, ഇവിടെ 8, ഇവിടെ 3, ഇവിടെ 12. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5² ഇത് സ്ക്വയറാണ്, 12² അല്ലേ. യെസ്, 12ഉം 5ഉം ഇവിടെ 12 അല്ലേ വരിക താഴെ, ഇവിടെ 5 അല്ലേ. ഈ 12ഉം 5ഉം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 169 കിട്ടും കേട്ടോ. 169. അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? 1/2 × 12 × 5 കേട്ടോ. 1/2 × 12 × 5 അതെത്ര കിട്ടും നമുക്ക്? 12 × 5 ചെയ്യുമ്പം 60 കിട്ടും. അതിൻ്റെ ഹാഫ് 30 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ ആണല്ലോ, സെറ്റല്ലേ. യെസ്. ഇനി മുഴുവൻ സ്ഥലത്തിൻ്റെയും പരപ്പളവ് കാണണം അല്ലേ. അതിന് തൊട്ട് മുന്നേ നമുക്ക് ഇനി ചതുരത്തിൻ്റെ പരപ്പളവ് കാണണം അല്ലേ. യെസ്. അപ്പം നമ്മൾ ഇവിടെ 12ഉം ഇവിടെ 5ഉം അല്ലേ. ഇപ്പം നമ്മൾ ത്രികോണത്തിൻ്റെ നമുക്ക് 30 കിട്ടിയില്ലേ. ഇവിടെ നമുക്ക് 30 കിട്ടി. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചതുരത്തിൻ്റെയാണ് അല്ലേ. യെസ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അതിന് 12 × 3 അതെത്ര കിട്ടി? 36 കിട്ടും അല്ലേ. 12 × 3 ആണ്, അപ്പോൾ 36 കിട്ടി. ഇനി ആകെ പരപ്പളവ് കാണാൻ എന്താ ചെയ്യേണ്ടത്? നേരത്തെ കിട്ടിയ 169 കൂട്ടണം, നമുക്ക് കിട്ടിയിട്ടുള്ള 30 ഉണ്ട്, അതും ഈ 36ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 235 എന്ന് കിട്ടും കേട്ടോ. അതാണ് ആകെ പരപ്പളവ് കേട്ടോ. ഓക്കെ ആണല്ലോ, കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. ഇനി നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഡയഗ്രാം തരുമായിരിക്കും, അല്ലെങ്കിൽ ഗ്രാഫായിരിക്കും തരുന്നത് കേട്ടോ. ഗ്രാഫാണെന്നുണ്ടെങ്കിലും സിമ്പിളാണ്. നോക്കി നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഭാഗത്ത് നിന്ന് വരിക കേട്ടോ. അപ്പോൾ ഒരു സംസ്ഥാനത്തിലെ വിവിധ കാർഷിക വിളകളുടെ 2024 വർഷത്തെ ഉൽപ്പാദനം കാണിക്കുന്ന വൃത്തചിത്രമാണ് ഇത്. കണ്ടല്ലോ, ഗോതമ്പുണ്ട്, ചോളമുണ്ട്, പയർവർഗ്ഗങ്ങളുണ്ട്, നെല്ല്, കരിമ്പ്. അതിൻ്റെ ഓരോ ശതമാനവും തന്നിട്ടുണ്ട്. ആകെ ഉൽപ്പാദനത്തിൻ്റെ എത്ര ശതമാനമാണ് ചോളം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ ഉൽപ്പാദനത്തിൻ്റെ 5% ചോളം കേട്ടോ. 5 ഇനി സംസ്ഥാനത്തെ ആകെ കാർഷിക ഉൽപ്പാദനം 4800 ടൺ ആണെങ്കിൽ ആ വർഷത്തെ ഗോതമ്പിൻ്റെ ഉൽപ്പാദനം എത്ര ടണ്ണാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് കിട്ടുക? 4800 അല്ലേ. 4800 ടൺ × 40. ഗോതമ്പ് 40 അല്ലേ, ÷ 100. അപ്പം നമുക്ക് എത്ര കിട്ടും? ഇതെവിടെ എഴുതാട്ടോ? 1920 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് ഇത് എന്താണ്? ഗോതമ്പിൻ്റെ അളവാണ് കേട്ടോ. സെറ്റാണല്ലോ. യെസ്. വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഡയഗ്രാം നോക്കാം. കണ്ടില്ലേ ഗോതമ്പിൻ്റെ അളവ്? അപ്പം നമ്മൾ എന്താ ചെയ്തത്? 4800 ടണ്ണാണ് അല്ലേ. ഇനി ഗോതമ്പിൻ്റെ ഉൽപ്പാദനം കാണാൻ വേണ്ടി 40 ÷ 100 ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇതാ, സെറ്റല്ലേ. യെസ്.
ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ, നെല്ലിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് ഗോതമ്പിൻ്റെ ഉൽപ്പാദനം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 25% കിട്ടും കേട്ടോ. 25% കൂടുതൽ. ഓക്കെ. ഇനി വൃത്തചിത്രത്തിൽ കരിമ്പ് ഉൽപ്പാദനം കാണിച്ച ഭാഗത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മളെങ്ങനെ ചെയ്യുക? കോണളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. യെസ്, ഇതാ ഇവിടുത്തെ കോണളവ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഒരു സർക്കിൾ ഫുൾ എത്രയാണെന്ന് അറിയാം, 360 ആണെന്ന് അറിയാം അല്ലേ. 360 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ 360 ഇൻറ്റു 25 അല്ലേ. 25 ഡിവൈഡഡ് ബൈ 100 ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ എത്രയാണ്? 90 ഡിഗ്രിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം.